ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മളിതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പഴുത്ത 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുപ്പ് കൂടിയ പഴം എടുക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് പഴുപ്പ് കുറഞ്ഞ പഴവും എടുക്കരുത്. ഇനി ആ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നടുഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പഴം 8 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 1/4 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും എടുക്കാം. ഗോതമ്പ് പൊടി എടുക്കുന്നതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. ഇതൊരുപാട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം വെള്ളം പെട്ടെന്ന് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള പാകത്തിൽ വേണം നമ്മൾക്കിത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതിനകത്ത് വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ടില്ല, അതേസമയം ഒരുപാട് കട്ടിയായിട്ടും അല്ല ഇരിക്കുന്നത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പഴം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ബാറ്ററും തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു സാധനം കൂടെ നമുക്ക് ശരിയാക്കാനുണ്ട്. ഞാനിവിടെ കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഹണി കോട്ടഡ് കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇങ്ങനത്തെ കോൺഫ്ലേക്സ് ഇല്ല എങ്കിൽ സാധാരണ കോൺഫ്ലേക്സ് എടുത്താലും മതി. അതിനകത്തേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര വെതറി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ പഞ്ചസാര വെതറി കൊടുക്കുന്നില്ല, കാരണം ഇത് ഹണി കോട്ടഡ് കോൺഫ്ലേക്സ് ആയതുകൊണ്ട് ഓൾറെഡി മധുരമുണ്ട്. കോൺഫ്ലേക്സ് മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത്, കൈ വെച്ചിട്ട് ഇതേപോലെ പൊടിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇനി നമ്മൾ എടുത്തു വെച്ച പഴം ഓരോന്നായിട്ട് ആദ്യമേ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മാവിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കവറാക്കിയതിന് ശേഷം ഇനി അത് കോൺഫ്ലേക്സിനകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കൈ വെച്ചിട്ട് കോൺഫ്ലേക്സ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും കവറാകുന്ന രീതിയിൽ വേണം ഇത് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. കോൺഫ്ലേക്സ് നമ്മൾ മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൈ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെ എല്ലാം മുക്കിയെടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം ഇതേപോലെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടായി പോകരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കോൺഫ്ലേക്സ് എല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു ട്രിപ്പിൽ 8 or 9 എണ്ണമൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. 8 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 2 ട്രിപ്പ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് തരും. 2 പഴം നമ്മൾ ആകെ എടുത്തിട്ടുള്ളൂ. ഒരു പഴം 8ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം നല്ലപോലെ കുറഞ്ഞു വരും. ഇതിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കോൺഫ്ലേക്സിൻ്റെ കോട്ടിംഗ് എല്ലാം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ പതുക്കെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ പതയെല്ലാം നന്നായിട്ട് കുറഞ്ഞു വരുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പാകമായാൽ മതി. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റാം. പതയെല്ലാം നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കോൺഫ്ലേക്സ് എല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് നമ്മൾ എടുക്കുമ്പോൾ കുറേശ്ശെ മഞ്ഞ കളർ കാണുന്നുണ്ട്. അതായത് കോൺഫ്ലേക്സിൻ്റെ കോട്ടിങ് പോയ പോലെ തോന്നും, പക്ഷേ ഇത് തണുക്കുമ്പോൾ ശരിയാവും. കറക്റ്റ് പാകമായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും കോട്ടിംഗ് ആയിട്ടുണ്ടായിരിക്കും. ഇത് ചൂടോടെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വരും. അപ്പോഴത്തേക്കും കോട്ടിംഗ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ടായിരിക്കും. നല്ല ക്രിസ്പിയും ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. കഴിക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കോട്ടിംഗ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബനാന സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇതിനകത്ത് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഉൾഭാഗം നമ്മുടെ പഴം ആയതുകൊണ്ട് കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. കോൺഫ്ലേക്സ് എടുക്കുമ്പോൾ ഹണി കോട്ടഡ് കോൺഫ്ലേക്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ കോൺഫ്ലേക്സ് കിട്ടിയില്ല എങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതിന് ശേഷം അത് സാധാരണ കോൺഫ്ലേക്സിനകത്തേക്ക് വെതറി കൊടുത്തിട്ട് അതിനകത്ത് കോട്ട് ചെയ്തെടുത്താലും മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്